റോസ് ഇതുപോലെ പൂക്കാനായിട്ട് ഒരു അടിപൊളി വളമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എൻ്റെ റോസുകൾക്കൊക്കെ അതാണ് സ്ഥിരമായിട്ട് ചെയ്യാറ്. അത് നമുക്ക് വേണമെങ്കിൽ ആ വളം ഉണ്ടാക്കി ഒരു ഓർഗാനിക് വളമാണ്, ബൂസ്റ്ററൊക്കെ പോലെ പെട്ടെന്ന് റോസ് നന്നായി തഴച്ച് വളരും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതൊരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റോസിൻ്റെ കടയൊക്കെ ഇളക്കി അത് 2 സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളുണ്ടാവും റോസിൽ. പൂവൊഴിയില്ല ആ ഒരു വളം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ട ഇതിലത്തെ പൂക്കളൊക്കെ കണ്ട എന്തോരം പൂക്കളുണ്ട്. നാടൻ റോസുകളാണ് ഇതൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ പൂവിടണമെങ്കിൽ നമുക്ക് ആ വളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നോക്കിയാൽ നല്ലൊരു പനിനീർ റോസാണ് പൂവിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചായക്കൊറ്റനും മുട്ടത്തൊണ്ടുമാണ്. ഇതെല്ലാതും കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചായപ്പൊടിയുടെ വേസ്റ്റും മുട്ടത്തൊണ്ടൊക്കെ. ഈ ചായപ്പൊടിയുടെ വേസ്റ്റിൽ ഒരുപാട് നൈട്രജനും അസിഡിറ്റി അമ്ലഗുണം ഉള്ളതാണ്. അപ്പോൾ ഈ ചായപ്പൊടി നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ചെടി നന്നായി തഴച്ച് വളരാനും മണ്ണിൽ വായു സഞ്ചാരം കൂടാൻ നല്ലതാണ് ഈ ചായപ്പൊടിയുടെ വേസ്റ്റ്. അപ്പോൾ ചെടികൾ നന്നായി തഴച്ച് വളരും. പിന്നെ മുട്ടത്തൊണ്ടിയിൽ ഒരുപാട് കാൽസ്യം ഉള്ളതല്ലേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഉള്ളിത്തൊലി, വെളുത്തുള്ളി തൊലിയൊക്കെയാണ്. ഇതിലും ഒരുപാട് ചെടിക്ക് വേണ്ട ഫോസ്ഫറസ്, സൾഫർ, കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫറസ് ചെടികൾ നല്ല ആരോഗ്യത്തിൽ വളരാനും വേരുകളൊക്കെ നല്ല കരുത്തോടെ വളരാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സൾഫർ ചെടികൾക്ക് കളർ കൊടുക്കുന്നുണ്ട്. പൂക്കൾക്കായാലും ഇലകൾക്കായാലും കളർ കൊടുക്കുന്നുണ്ട്. കാൽസ്യം വേരുകൾ നന്നായി വളരാൻ സഹായിക്കും. പൊട്ടാസ്യം അതുപോലെ തന്നെ ചെടികളിൽ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിയൊക്കെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ജാറിലിട്ട് നമുക്ക് ഇതൊക്കെ നന്നായി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ. മുട്ടത്തൊണ്ടും ചായപ്പൊടിയുടെ കൊറ്റനും ഉള്ളിത്തൊലിയൊക്കെ ഇതൊരു ജാറിലിട്ട് നന്നായി പൊടിച്ച് പൗഡറാക്കി എടുക്കണം നമുക്ക്. ഇതേപോലെ നല്ല പൗഡറാക്കി എടുത്ത് ഫൈൻ പൗഡറാക്കി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണിൽ ഇത് അലിഞ്ഞ് ചേരും. അപ്പോൾ ഇത് ഒരു 15 ദിവസം കൂടുമ്പോൾ 2 സ്പൂൺ വെച്ചിട്ട് നമ്മുടെ വലിയ റോസൊക്കെ 2 സ്പൂണൊക്കെ വെച്ചിട്ട് കട നന്നായി ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസിൽ നിറയെ പൂക്കൾ വരികയും ചെയ്യും. റോസ് നന്നായി തഴച്ച് വളരുകയും ചെയ്യും. നല്ലൊരു വളമാണ് കേട്ടോ ഇത്. ഓർഗാനിക് വളമാണ്, നല്ലൊരു ബൂസ്റ്ററും കൂടിയിട്ടാണ് ഈ ഒരു വളം. ഇത് ഏറ്റവും നല്ലത് ഈ ഒരു വളം റോസിനും പിന്നെ ഫേൺ വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ്സില്ലേ അതിനാണ് ഏറ്റവും നല്ലത് ഈ വളം.